Good morning, ma'am. Good morning, all. Good morning, Miss. Good morning. Good morning, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ? അപ്പൊ നമ്മള് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് കണ്ടു, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്താണെന്ന് കണ്ടു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓർമ്മയുണ്ടോ? ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാനേജ്മെന്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ പറഞ്ഞു. ദെൻ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓൾഡ് അല്ലെ, പഴയ കാലത്ത് തുടങ്ങിയുള്ള ഒരു പ്രോസസ് ആണെന്ന് നമ്മൾ കണ്ടു. 20th സെഞ്ചുറിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ് ആണ് മാനേജ്മെന്റ്. ഒരു ബിസിനസ്സിലും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലെ അവർ പറഞ്ഞു യുദ്ധങ്ങൾ തുടരാനും ദെൻ ബിൽഡ് ടെമ്പിൾ പണിയാനും അതുപോലെ തന്നെ ദെൻ ഗ്രോ ക്രോപ്സ് ചെയ്യാനും ദെൻ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഇതിനെല്ലാം ഒരു മാനേജ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. ദെൻ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത് ദെൻ റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. 5M എന്ന് നമ്മൾ പഠിച്ചോ? 5M ഏതൊക്കെയായിരുന്നു റിസോഴ്സസ് എന്ന് പറയുന്ന? 5M മെൻ, മണി, മെറ്റീരിയൽസ്, മെഷീനറി ആൻഡ് മെത്തേഡ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് എന്തായാലും ചോദിക്കും. ഓക്കെ, അതുകൊണ്ടാണ് 5M എന്ന് 5 എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എഴുതി വെച്ചിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ 5M എന്ന് പറഞ്ഞ ആ ഒരു കോഡ് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. ദെൻ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പറഞ്ഞു. 4 ടൈപ്പ് ആണ്: യൂണിറ്റി ഓഫ് കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോൾ, ഹോമോജീനിയസ് അസൈൻമെന്റ്, ഡെലിഗേഷൻ, അതോറിറ്റി. ജസ്റ്റ് 4 പ്രിൻസിപ്പിൾ ആണ്. അത് അതുപോലെ തന്നെ പഠിക്കാം. ഓക്കെ, നമ്മൾ അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ആണോ? ഓർമ്മയുണ്ടോ? ഡെയിലി പഠിക്കുന്നുണ്ടോ നിങ്ങള്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാവാത്തവരും ഉണ്ടാകുമല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾസ് 4 പ്രിൻസിപ്പിൾസ് വരെയാണ് ലാസ്റ്റ് വൺ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും ഫങ്ഷൻസ്? നമ്മളുടെ ടെക്സ്റ്റിൽ നോക്കണ്ട, അല്ലാതെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് അല്ലെ, നമ്മൾ പഠിച്ചു. അപ്പോ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാല് എന്തെല്ലാം കാര്യങ്ങൾ ഒരു മാനേജ്മെന്റ് ചെയ്യണം? എന്തൊക്കെ ചെയ്യണം എന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ ഐഡിയകൾ, ഓരോരുത്തരുടെ ഐഡിയകൾ കമന്റ് ചെയ്യാം കേട്ടോ. തെറ്റിപ്പോണെങ്കിൽ തിരുപ്പിക്കൊള്ളട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പാർട്ടിസിപ്പേഷൻ വേണ്ടത്. നേതൃത്വം ഉണ്ടായിരിക്കാം. ഓക്കെ, ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. ദെൻ വേറെ എന്തൊക്കെയാണ് ഒരു മാനേജ്മെന്റ്? അത് മാത്രമുള്ളോ? എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയണം കേട്ടോ. ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കണ്ട, ശേഷം നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലുള്ളത് പഠിക്കാം. വേറെ ഒന്നുമില്ല. മാനേജ്മെന്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. ജസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? പ്ലാനിങ് വേണം അല്ലെ? ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിന് ഒരു മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു ഡ്യൂട്ടിയും ഇല്ല എന്നാണോ? എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്? കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യണം. ദെൻ വേറെ എന്തെല്ലാം ചെയ്യണം? ആളുകളെ നിയമിക്കണം. ഓക്കെ, ടെക്സ്റ്റിൽ നോക്കുന്നുണ്ടോ? ടെക്സ്റ്റിൽ ആരും നോക്കണ്ട കേട്ടോ, നിങ്ങളുടെ സ്വയം ഇതായിരിക്കാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ബാക്കി ആർക്കും ഒരു അഭിപ്രായങ്ങളൊന്നുമില്ല മാനേജ്മെന്റിനെ കുറിച്ച്? ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും ക്ലാസ് ഒക്കെ എടുത്തല്ലേ, അപ്പൊ അത് വെച്ചിട്ടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ. കൺട്രോൾ ചെയ്യണം. ഓക്കെ, കൺട്രോളിംഗ് ഉണ്ടായിരിക്കണം. ദെൻ ലീഡിങ് വേണം, ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കണം. കോർഡിനേറ്റിംഗ് അല്ലെ, എല്ലാ സ്റ്റാഫുകളെയും തമ്മിൽ ഒന്ന് കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് പ്രവർത്തിപ്പിക്കണം. ദെൻ വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിൾ ആണോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? മണി വേണം. സെറ്റ് റൂൾസ് ആൻഡ് പോളിസീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്കിത് നമ്മളുടെ ടെക്സ്റ്റിലോട്ട് വരാം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അല്ലെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി തന്നെയാണ് അല്ലെ. ഒരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ. നമ്മുടെ ഡെഫിനിഷൻസ് തന്നെ പഠിച്ചു. ഓരോ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മുൻകൂട്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളോടും കൂടി തന്നെ വേണം ഒരു മാനേജ്മെന്റ് നേതൃത്വമായിട്ട് ചെയ്യുക. അപ്പോ the main functions of management include the following. അപ്പൊ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. അതിൽ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത് 5 ഫങ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഈ 5 എണ്ണം മാത്രം ഒതുങ്ങുന്നതല്ല ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ലീഡർഷിപ്പും കോർഡിനേഷനും ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ
അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഫങ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ 5 എണ്ണം പറയുന്നത്. നമ്മളപ്പോ ഈ 5 എണ്ണം പഠിച്ചാൽ മതി. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് ലീഡിങ്, ദെൻ കൺട്രോളിങ്. നമ്മൾ പറഞ്ഞ ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫങ്ഷൻസിൽ വരുന്നിട്ടുണ്ട്. ഇല്ലേ? പ്ലാനിങ്, എന്താ പ്ലാനിങ് എന്ന് പറയുന്നത്? ആസൂത്രണം അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്ന്. അല്ലെങ്കിൽ ഇപ്പൊ തോന്നിയ ഒരു കാര്യം ഇപ്പൊ തന്നെ ചെയ്യുക, അങ്ങനെയല്ല. എന്ത് കാര്യങ്ങൾ, ഇപ്പൊ ഒരു ബിസിനസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു ഫീൽഡിലായിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ പറയണെങ്കിൽ നിങ്ങളോട് തന്നെ ഞാൻ പറയണം, നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടോ? നിങ്ങൾ പഠിക്കുന്നു, നിങ്ങളൊരു കോഴ്സ് ഇപ്പൊ ചെയ്യുന്നുണ്ട്, ആർക്കെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ഉണ്ട്. വിഷക്ക് മാത്രമേ ഉള്ളൂ പ്ലാനിങ്? കുറച്ച് പേർക്ക് പ്ലാനിങ് ഒക്കെ ഉണ്ട് അല്ലെ? നമ്മൾ നമ്മുടേതായിട്ടുള്ള മുൻകൂട്ടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുന്നു. നമുക്ക് ഈ ടൈമിൽ പഠിക്കാം, അല്ലെങ്കിൽ എക്സാമിന്റെ ടൈം ടേബിൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കണം, ഇത്രയും ദിവസങ്ങളുള്ളൂ നമുക്ക് എക്സാമിന് അല്ലെ? അപ്പോ നമുക്ക് എനിക്ക് കിട്ടുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ സമയം അനുസരിച്ചുകൊണ്ട് നമുക്ക് തന്നെ സ്വയം ടൈം ടേബിൾ ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ തന്നെ സ്വയം ആസൂത്രണം ചെയ്യുകയാണ് അല്ലെ? ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. സോ ആ പ്ലാനിങ് കൂടി ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു പ്ലാനിങ് വേണം. ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ പഠിച്ചു, ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ പഠിച്ചു, ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഒരു ദിവസത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെല്ലാം ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലായിരിക്കോ? എല്ലാ കാര്യങ്ങൾക്കും അല്ലെ? ഇപ്പൊ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളായിക്കോട്ടെ, സ്റ്റാഫുകളുടെ കാര്യങ്ങളിലും പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന കെയറിലും ഇതിലെല്ലാത്തിലും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന്. എങ്കിലേ അത് നല്ല രീതിയിൽ റണ്ണിങ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ്. ക്ലിയർ ആണല്ലോ? പ്ലാനിങ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, പേരുകൾ മാത്രം പഠിക്കാനുള്ളൂ. ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ എന്താണെന്നുള്ളത് ഓരോ കാര്യങ്ങളും. ഓക്കെ, അതിന് വേറെ എക്സ്ട്രാ നോട്ട് ഒന്നും വേണ്ട. നമ്മൾ 5 പോയിന്റ് മാത്രം പഠിക്കുക. ദെൻ കുറച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ എക്സാമ്പിൾ വെച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഓർഗനൈസിങ്. എന്താ ഓർഗനൈസിങ് എന്ന് വെച്ചാല് മലയാളത്തിൽ നമ്മൾ എന്താ പറയാ? ഓർഗനൈസിങ്. ഓർഗനൈസിങ് വേണം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വേണം എന്ന് പറയും. എന്താ ഓർഗനൈസിങ് എന്ന് വെച്ചാല് മലയാളത്തിൽ എന്താ പറയാ? ഒരു സംഘാടനം, അല്ലെങ്കിൽ ഒരു മേൽനോട്ടം, ഒരു സംഘടിപ്പിക്കുക, സംഘാടനം വേണം അല്ലെ? ഇപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലില് ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഒത്തിരി സ്റ്റാഫുകളുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ടാവാം, ടെക്നീഷ്യന്മാരുണ്ടാവാം, പല ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്, ക്ലീനിങ് സ്റ്റാഫുകളുണ്ട്, ദെൻ അങ്ങനെ പല ടൈപ്പ് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. സോ ഈ സ്റ്റാഫുകളെ എല്ലാം ഓർഗനൈസിങ് ചെയ്യണം അല്ലെ? നല്ല രീതിയിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഒരു സംഘാടനം ഉണ്ടായിരിക്കണം. ദെൻ മൂന്നാമതായിട്ട് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാഫിങ്. നിങ്ങൾ കമന്റ് പറഞ്ഞായിരുന്നല്ലേ ആരോ? സ്റ്റാഫിങ്. എന്താ സ്റ്റാഫിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിങ് മീനിങ് എന്താ? മലയാളത്തിൽ എന്താ പറയാ സ്റ്റാഫിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഓരോ പൊസിഷനിലേക്കുമുള്ള ഓരോ സ്റ്റാഫുകളിലേക്ക് നിയമിക്കുക അല്ലെ? അതൊക്കെ ഉത്തരവാദിത്തമാർക്കാണ്, മാനേജ്മെന്റിനാണ് അല്ലെ? നമ്മള് ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയല്ല, മറ്റേതെങ്കിലും ഫീൽഡിൽ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ പാനലിലെ മാനേജ്മെന്റ് ഉണ്ടാകും. മാനേജ്മെന്റ് ആണ് ഇന്റർവ്യൂ നടത്തുന്നത്, ആണോ? അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാലോ, ഓൾറെഡി മാനേജ്മെന്റ് ആയിരിക്കാം. ഇപ്പൊ ഒരു സ്കൂളിലായിക്കൊള്ളട്ടെ, ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും അവിടുത്തെ മാനേജ്മെന്റ് ആയിരിക്കും നമുക്ക് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അവരാണ് സ്റ്റാഫിംഗ് മീൻസ് സ്റ്റാഫുകളേക്ക് നിയോഗിക്കുന്നത്. അനുയോജ്യമായിട്ടുള്ള ജോലിക്കാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? മാനേജ്മെന്റ് ആണ്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഡയറക്ടിങ് ആൻഡ് ലീഡിങ്. ഡയറക്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ്, ഒരു ഡയറക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാം ഒരു മേൽനോട്ടം വഹിക്കുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. നേതൃത്വം വഹിക്കുക, ലീഡ് ചെയ്യുക എല്ലാ കാര്യങ്ങളിലും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ ഡോക്ടേഴ്സിന്റെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങള്, പേഷ്യൻസിന്റെ അവർക്ക് നമ്മൾ
കൊടുക്കുന്ന പരിഗണന എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒന്ന് ലീഡ് ചെയ്യുക. ഇപ്പൊ ഡയറക്റ്റിങ്, ലീഡിങ്. ലാസ്റ്റ് വൺ കൺട്രോളിങ്. എന്തായിരിക്കും കൺട്രോളിങ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിൽ കൺട്രോളിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? പല കാര്യങ്ങളിലും കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങളുടെ ഒരു കൺട്രോളിങ്, ദെൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരിക. ഇതെല്ലാം കൊണ്ടുവരുന്നത് ആരാണ്? മാനേജ്മെന്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മാനേജ്മെന്റ് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരും. കൊണ്ടുവരാറില്ലേ? ഇതെല്ലാം കൊണ്ടുവരുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ആണോ റൂൾസും റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത്? അല്ല, മാനേജ്മെന്റ് ആണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നതും മാനേജ്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് മെയിൻ ആയിട്ട് 5 ഫങ്ഷൻസ് ആണ് പറയുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ഓർ ലീഡിങ് ആൻഡ് കൺട്രോളിങ്. 5 ഫങ്ഷൻസ് ആണ്. ക്ലിയർ ആണോ? 5 പോയിന്റുകൾ. അതിന്റെ ഡീറ്റെയിൽ ഒന്നും വേണ്ട, നമുക്ക് 5 പേരുകൾ മാത്രം പഠിച്ചു വെക്കാം. കുഴപ്പമില്ലല്ലോ, മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതുള്ളൂ. ക്ലിയർ ആണോ? പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. വായിക്കുന്നതിനോടൊപ്പം 5 പോയിന്റുകൾ, 5 ഫങ്ഷൻസ് പഠിച്ചു പോവുക. ഓക്കെ, നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ മാക്സിമം ആ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ PG കുറച്ചും കൂടി നമ്മള് ഡിപ്ലോമ കഴിഞ്ഞ് വന്നത് സ്റ്റുഡൻസ് ആണ്. അപ്പൊ ബേസിക് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ നമ്മൾ ബേസിക് അറിയാവുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക്. സോ അതുകൊണ്ട് തന്നെയാണ് ടീച്ചേഴ്സ് ഒരുപാട് സ്പീഡിലൊന്നും അല്ല, മാക്സിമം കുറച്ച് പോർഷൻസ് ആണ് എടുത്തു പോകുന്നത്. ആണോ? അല്ലെ? എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്കൊണ്ട് മീൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വളരെ കുറച്ച് പോർഷൻസ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ മാക്സിമം നമ്മൾ കുറച്ച് പോർഷൻ എടുക്കുമ്പോൾ അത് ക്ലാസ്സിൽ വെച്ച് പഠിക്കാൻ പറ്റുന്നത് ക്ലാസ്സിൽ വെച്ച് പഠിക്കാം. ഓക്കെ, പഠിച്ചു നോക്കിക്കോളൂ. വായിക്കുമ്പോൾ തന്നെ ആ 5 പോയിന്റ്സ് പഠിച്ചിരിക്കണം. ഓക്കെ, പെട്ടെന്ന് വായിക്കാം. 2 മിനിറ്റ് കൂടി സമയം തരാം. വായിക്കാനല്ല, പഠിക്കാം. 5 പോയിന്റ് തന്നെ പറ്റുന്നവരൊന്ന് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? പഠിച്ചോ? അത്ര സമയം മതിയല്ലോ, വലിയ പോയിന്റ് ഒന്നുമല്ലല്ലോ, ചെറിയ പോയിന്റ്സ് അല്ലേ? പഠിച്ചു എല്ലാവരും? ചുമ്മാ പറയണോ? പഠിച്ചു എല്ലാവരും? ഓക്കെ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ പഠിച്ചു പോണില്ലേ? അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ? ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ലേ? കാരണം നമ്മൾ ലാസ്റ്റ് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കണ്ട, നമുക്ക് ക്ലാസ്സിൽ വെച്ച് തന്നെ കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിന്റെ 5 ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ദെൻ നമ്മൾ ഇനി ഓരോ ഫങ്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോണെയാണ്. ഓക്കെ, ഓരോ ഫങ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫസ്റ്റ് പേരുകൾ മാത്രമേ ഉള്ളൂ. ദെൻ ഓരോ ഫങ്ഷനും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതിലും ഓരോയിട്ടൊന്നും ഒരുപാട് പഠിക്കാനൊന്നുമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടീച്ചർ അടയാളപ്പെടുത്തി തരാം. ഓക്കെ, അതനുസരിച്ചിട്ട് പഠിക്കാം. Then first one, planning. ഇപ്പൊ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റിന്റെ മെയിൻ ഫംഗ്ഷനിൽ ഒന്നാണ് പ്ലാനിങ് എന്ന് പറഞ്ഞു. എല്ലാവരുടെ കയ്യിൽ പ്രിന്റഡ് കോപ്പി ഉണ്ടോ? ഇതിന്റെ കോപ്പി ഉണ്ട് എല്ലാവരുടെ കയ്യിൽ, ടെക്സ്റ്റ്. ഓക്കെ, അപ്പൊ പറയുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ. അതുപോലുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാം, അതനുസരിച്ചിട്ട് പഠിച്ചു പോകാം. ഓക്കെ, പ്ലാനിങ് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നോക്കാം, പ്ലാനിങ് ഇൻവോൾവ്സ് സെലക്ടിങ് ദ മിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ഷൻ റിക്വയർഡ്. എന്തൊക്കെയാണ് ഒരു പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ? അണ്ടർലൈൻ ചെയ്യാം. ദ മിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ഷൻസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. പ്ലാനിങ് ഇൻവോൾവ് അല്ലേ? അതായത് പ്ലാനിങ് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങള് സെലക്ടിങ് ദ മിഷൻ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഒരു ദൗത്യം. മിഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആ ദൗത്യത്തിലോട്ട് എത്തുക, ലക്ഷ്യം എന്നൊക്കെ പറയും. ദെൻ ഗോൾസ്, ലക്ഷ്യങ്ങൾ. ദെൻ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ, ആക്ഷൻസ്, പ്രവർത്തനങ്ങൾ, ലക്ഷ്യങ്ങൾ അല്ലെ? ഇതിനെല്ലാം തിരഞ്ഞെടുക്കുക. എന്നിവ തിരഞ്ഞെടുക്കുന്നതാണ് പ്ലാനിങ്ങിൽ ഇൻക്ലൂഡഡ് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മള് എക്സാമ്പിൾ പറയണമെങ്കിൽ
നമ്മളൊരു ട്രിപ്പ് പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു മാസം മുന്നോ അല്ലെങ്കിൽ 2 മാസം മുന്നോ പ്ലാനിങ് തുടങ്ങും. ഇല്ലേ? തുടങ്ങാറില്ലേ പ്ലാനിങ്? തുടങ്ങാറുണ്ടോ? എവിടെ പോണം, അല്ലെങ്കിൽ ഏത് ടൈമിൽ പോണം, നമുക്ക് 1 ഡേ ട്രിപ്പ് വേണോ, അല്ലെങ്കിൽ മീൻസ് സ്റ്റേ ചെയ്യാനുള്ള ട്രിപ്പ് വേണോ, അല്ലെങ്കിൽ ഏത് പ്ലേസ് വേണം, നമുക്ക് ഏത് വണ്ടി സെലക്ട് ചെയ്യണം, നമ്മൾ എത്ര പേര് ഉണ്ടാകും ടോട്ടല്, ഇല്ലേ? ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും. ഒരു ടൂറൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പോയിക്കൂടെ? പ്ലാനിങ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കറക്റ്റ് ആ ഒരു നമ്മളുടെ എന്താ പറയാ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെ? നമുക്ക് എന്താണ് കൂടുതൽ സമയം കറക്റ്റ് നമുക്ക്, അല്ലെങ്കിൽ ഒരുപാട് സമയം ചിലപ്പോൾ വേസ്റ്റ് ആകാം, അല്ലെങ്കിൽ കൃത്യസമയത്ത് വണ്ടി കിട്ടില്ല നമുക്ക്, അല്ലെ? അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാനിങ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിറ്റർമൈനിങ് റിസോഴ്സസ് ആൻഡ് സെലക്ടിങ് കോഴ്സസ് ആൻഡ് requires decision making. That is choosing future course of action from among alternatives. അത്രയും വേണ്ട, ഞാൻ പറയുന്ന ഭാഗം അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. It is defined as, അണ്ടർലൈൻ ചെയ്യാം. It is defined as എന്താണ്? Planning is defined as, okay, planning is defined as setting objectives, determining resources and selecting courses and requires decision making. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം. ഒരു ഡെഫിനേഷൻ ആണ് പ്ലാനിങ് എന്താണെന്നുള്ളതിന്റെ ഡെഫിനേഷൻ ആണ്. പ്ലാനിങ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, determining resources and selecting courses and requires decision making. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ ഡെഫിനേഷൻ പ്ലാനിങ്ങിന്റെ? ഓക്കെ, അതുപോലെ തന്നെ അത് പഠിക്കണം കേട്ടോ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിറ്റർമൈനിങ് റിസോഴ്സസ് ആൻഡ് സെലക്ടിംഗ് കോഴ്സസ് ആൻഡ് റിക്വയർസ് ഡിസിഷൻ മേക്കിംഗ്. ചോദിച്ചൂടെ? എന്താണ് ആൻസർ? പ്ലാനിങ്. ഓക്കെ, അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. എന്താണ്? ലക്ഷ്യങ്ങൾ, അല്ലെ? നമ്മുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ടൂർ പോകണമെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് പോകണം, ഇത്ര ടൈമിൽ അവിടെ എത്തണം, അല്ലെ? നമ്മുടെ ലക്ഷ്യങ്ങളും ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ഡിറ്റർമൈനിങ് റിസോഴ്സസ്, അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ്, വിഭവങ്ങൾ കണ്ടെത്തുക. എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ ടൂറിന്റെ കാര്യം കണക്ട് ചെയ്യുന്നത്. ഓക്കെയാണോ? ക്ലിയർ ആണോ? ഇനി ടീച്ചർ ടൂറിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഡൗട്ട് അടിക്കോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൂറിന്റെ കാര്യം എടുത്ത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, റിസോഴ്സസ്, അപ്പൊ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള അതിനൊക്കെ ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകളെ നമ്മൾ ഡിറ്റർമൈനിങ് ചെയ്യുക, അല്ലെ? ഇപ്പൊ നമ്മൾ ഏതൊക്കെയാണ് നിർണ്ണയിക്കുന്നത്? ഇപ്പൊ ടൂർ പോകാനാണെങ്കിൽ നമ്മള് വണ്ടി വേണം, ഇത്ര സീറ്റിന്റെ വണ്ടി വേണം, അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര എമൗണ്ട് ആണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെ? അങ്ങനെയുള്ള റിസോഴ്സസുകൾ സെറ്റ് ചെയ്യുക. സെലക്ടിങ് കോഴ്സസ്, അതിനുള്ള കോഴ്സസുകൾ തിരഞ്ഞെടുക്കുകയാണ്. കോഴ്സസ് മീൻസ് ഉദ്ദേശിക്കുന്നത് മാർഗങ്ങളൊക്കെ തന്നെയാണ്. ഓരോ മാർഗങ്ങള് നമുക്ക് ഏത് മെത്തേഡ് എടുക്കണം, അല്ലെ? ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡ് നമുക്ക് തിരഞ്ഞെടുക്കുക. റിക്വയേഴ്സ് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കണം, അല്ലെ? നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഡിസിഷൻ എടുക്കുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കും, ഇല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നത്? നേരിട്ട് മീറ്റിംഗ് ഒക്കെയാണോ? അല്ല, ചിലപ്പോൾ ഗൂഗിൾ മീറ്റ് ആയിരിക്കാം. ദെൻ ആ ഒരു മീറ്റിംഗിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു മീറ്റിംഗിലൂടെ നമ്മളൊരു ഡിസിഷൻ അവിടെ എടുക്കും. ഓക്കെ, എല്ലാവരുടെ അഭിപ്രായമൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇന്ന ദിവസം പോകാം, ഇന്ന ടൈമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ? അല്ലെങ്കിൽ വൈകിട്ട് എത്ര മണിക്ക് നമുക്ക് തിരിച്ചെത്താം എന്നൊരു ഡിസിഷൻ എടുക്കും, അല്ലെ? അപ്പൊ പ്ലാനിങ്ങിൽ എന്ത് വേണം? ഡിസിഷനെ കൂടി നമ്മൾ എടുക്കുന്നത്. കോഴ്സ് എന്ന് വെച്ചാൽ ഏത് മെത്തേഡ് ആണോ നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴും നമ്മൾ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ലക്ഷ്യങ്ങൾ കണ്ടെത്തുക, ദെൻ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ കണ്ടെത്തുക, അതുപോലെ തന്നെ മെത്തേഡുകൾ അല്ലെങ്കിൽ കോഴ്സസുകൾ കണ്ടെത്തുക. ഓക്കെ, ടൂറായിട്ടൊന്ന് കണക്ട് ചെയ്തു എന്ന് മാത്രമല്ല കേട്ടോ. ഓക്കെ, ദെൻ that is choosing future courses of action from among alternatives. ഇത് alternatives എന്ന് പറയുന്നത് അതായത് ഭാവിയിലേക്കുള്ള, അല്ലെ? നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള ആക്ഷൻസുകളും അല്ലെങ്കിൽ കോഴ്സുകളും കൂടി നമ്മൾ പ്ലാനിങ്ങിൽ കണ്ടെത്തുന്നു. അതായത് നമ്മൾ ഭാവിയിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് ഭാവിയിൽ പുതിയ പ്രവർത്തനങ്ങൾ, ഇപ്പൊ പുതിയ ബിൽഡിങ്ങുകൾ നമുക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഭാവിയിൽ ഇപ്പോ സ്പെഷ്യലൈസ്ഡ് കെയറിന്റെ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫിസിയോതെറാപ്പിയുടെ ഒരു നമ്മൾ ചെയ്യാന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഫിസിയോതെറാപ്പിയുടെ ഒരു സെക്ഷൻ കൊണ്ടുവന്നാലോ, അങ്ങനെയുള്ള ഫ്യൂച്ചർ പ്ലാനുകൾ കൂടി എടുക്കണം.
ആക്ഷൻ ഫോർ എമംഗ് ആൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ആവശ്യമായിട്ടുള്ള ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങുകളും കൂടി നമ്മൾ പ്ലാനിങ് ഇപ്പോഴത്തെ മാത്രമല്ല ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ്ങും കൂടി ചെയ്യണമെന്ന് മാനേജ്മെന്റ്. ഓക്കെ, then it can be defined as deciding what is to be done and how it is to be done. Planning must aim at the fulfillment. വീണ്ടും പ്ലാനിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, ആ ഫോട്ടോ ഇട്ടേക്കണതില്ലേ, കൊട്ടേഷൻ ഇട്ടേക്കുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഡിസൈഡിങ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് how it is to be done. Planning must aim at fulfillment. അപ്പോൾ ഇവിടെ പറയുന്നത് രണ്ടാമത്തെ ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും ആ കോട്ട് ഇട്ട് എഴുതിയിരിക്കുന്നത് അണ്ടർലൈൻ ചെയ്യാം. ചെയ്ത് അണ്ടർലൈൻ. അപ്പൊ പ്ലാനിങ്ങിൽ തന്നെ രണ്ട് ഡെഫിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഡെഫിനേഷനും പഠിച്ചിരിക്കണം കേട്ടോ. Then നോക്കാം, രണ്ടാമത്തെ ഡെഫിനേഷൻ എന്താണ് പറയുന്നത്? ഡിസൈഡിങ് വാട്ട് ഈസ് ടു ബി ഡൺ, അല്ലെ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ആൻഡ് how it is to be, അത് എങ്ങനെ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത്. അതായത് എന്ത് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആക്കി പറഞ്ഞാല്, ഓക്കെ, എന്ത് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. ക്ലിയർ ആയോ? മലയാളത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എഴുതി വെക്കുക. സിമ്പിൾ അല്ല, അത് പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ രണ്ട് ഡെഫിനേഷൻ ആണ് പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞത്. ഫസ്റ്റ് ഡെഫിനേഷൻ ഏതായിരുന്നു? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിറ്റർമൈനിങ് റിസോഴ്സസ് ആൻഡ് സെലക്ടിങ് കോഴ്സസ് ആൻഡ് റിക്വയേഴ്സ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ രണ്ടാമത്തെ ഡെഫിനേഷൻ പഠിക്കാം. ഡിസൈഡിങ് എന്ത് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. രണ്ട് ഡെഫിനേഷൻ മെയിൻ ആയിട്ട് അതിൽ പഠിച്ചു വെക്കാം, മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പ്ലാനിങ് എന്താണെന്ന്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങള്? പ്ലസ് ടു ഉണ്ടായിരുന്നു. ഓക്കെ, പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്നോ? കൊമേഴ്സിൽ. ഓക്കെ, ഇപ്പോ കൊമേഴ്സ് എടുത്തവരും ഉണ്ടാകാം, ഇപ്പൊ എടുത്തില്ല. എടുക്കാത്തവരൊക്കെ ഉണ്ടാകാം, കുഴപ്പമില്ല. നമുക്ക് എടുത്തിട്ടില്ലെങ്കിലും പഠിക്കാലോ. മാക്സിമം അതാണ് ഞാൻ ടൂറൊക്കെ വെച്ചത് കണക്ട് ചെയ്തത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടില്ലേ? കിട്ടുമോ? ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ നമുക്ക് കുറച്ചും കൂടി അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ടൂർ പോകണ കാര്യം പറഞ്ഞു, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മളിപ്പോ വാട്സപ്പിലല്ലേ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പ് കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് നമ്മൾ പ്ലാനിങ് എടുക്കുന്നു, മീറ്റിങ്ങുകളൊക്കെ കൂടും, അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ ചെയ്യാറ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ പ്ലാനിങ്? ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? മാക്സിമം സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ ആണോ എല്ലാവരും? ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമ്മളുടെ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ പ്ലാനിങ്. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു നോക്കിയോ പ്ലാനിങ്? രണ്ട് ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും?
ഓക്കെ, വീണ്ടും പ്ലാനിങ്ങിനെ കുറിച്ച് രണ്ട് വ്യക്തികളുടെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. ഓക്കെ, രണ്ട് വ്യക്തികള് പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ പറയുകയാണ് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം പഠിക്കണം. കാരണം വ്യക്തികളുടെ പേര് ചോദിക്കും. ചിലപ്പോൾ ഡെഫിനേഷൻ തന്നിട്ട് റിട്ടേൺ ബൈ എന്ന് പറഞ്ഞിട്ട് പേരുകൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കാം. ഈ പ്ലാനിങ്ങിന്റെ ഭാഗത്ത് കൂടുതലും ഡെഫിനേഷൻസ് ആണ് പറയുന്നത്. രണ്ട് ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് പ്രത്യേകിച്ച് പേരുകൾ പറയണില്ല. ബാക്കി രണ്ട് ഡെഫിനേഷൻ പ്രത്യേകം ഓരോരുത്തരും സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് ഡെഫിനേഷൻ നോക്കാം. According to Kuhn's, planning is deciding in advance what to do, when to do, how to do it. എല്ലാവരും പറയുന്ന സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നോക്കാം. പ്ലാനിങ് ഈസ് ഡിസൈൻഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്ലാനിങ് തീരുമാനിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ടു ഡു, എന്ത് ചെയ്യണം, വെൻ ടു ഡു, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ല ഡെഫിനേഷൻസില് പറഞ്ഞോ? വീണ്ടും അത് തന്നെയാണ് അദ്ദേഹം പറയുന്ന വാക്കാണ്. അതായത് എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് എപ്പോൾ ചെയ്യണം. ഇതാണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യുക എന്നല്ല, അത് എങ്ങനെ ചെയ്യണം, എപ്പോഴാണ് ചെയ്യേണ്ടത് അല്ലെ എന്ന് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ഫ്രം where we are and where we want to be അല്ലെ. ഇത് അതായത് എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത്? ബ്രിഡ്ജസ് ദ ഗ്യാപ്പ്, നമ്മുടെ ഒരു ഗ്യാപ്പിന് എന്താ പറയാ, വിടവ് നികത്താന്നൊക്കെ പറയില്ലേ മലയാളത്തില്. ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ഫ്രം where we are, നമ്മള് എന്താണ് എവിടെയായിരിക്കണമെന്നും where we want to be, നമ്മൾ എവിടെയായിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ. അതിന്റെയും ഒരു ബ്രിഡ്ജസ് ഗ്യാപ്പ്, വിടവ് നികത്തുന്നു. അതായത് വേറെ ഒന്നല്ല, അത് കുറച്ച് എന്താ പറയാ കറക്കി അടിച്ച് തന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ എന്തായിരിക്കണം എന്നുള്ളതും കൂടിയുള്ള ഒരു ഗ്യാപ്പ് അവിടെ നികത്തേണ്ടത്. അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ വേണ്ട. നമ്മൾ ഓൾറെഡി ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ പ്ലാനിങ് മാത്രമല്ല, മറിച്ച് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ കൂടി മാനേജ്മെന്റ് പ്ലാനിങ്ങിന് ചെയ്യുന്നു. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗ്യാപ്പ് മാറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പാണ്. ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ, നമ്മള് ഇപ്പോഴത്തേക്ക് മാത്രമുള്ള ഒരു പ്ലാനിങ് അല്ല, പ്രസന്റിലെ മാത്രം പ്ലാനിങ് അല്ല, ഫ്യൂച്ചറിലേക്ക് പ്ലാനിങ് നമ്മളുടെ ആ ഒരു വിടവ് നികത്തുന്നത്. ഗ്യാപ്പ് ഉണ്ടാവുകയാണ്. അതിനർത്ഥം ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഡെഫിനിഷൻ ഓക്കെ ആണോ? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം. ബ്രിഡ്ജസ് മീൻസ് വിടവ് മാറ്റുന്നു എന്നുള്ള ഒരു മീനിങ്. ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് സെറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണെന്ന്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു വ്യക്തിയുടെ ഡെഫിനേഷൻ നോക്കാം കേട്ടോ. ഇതും കൂടി കഴിഞ്ഞിട്ട് ഒന്ന് വായിപ്പിക്കാം. എ പ്ലാൻ ഈസ് എ ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്ലാൻ നമ്മുടെ പ്ലാനിങ് എന്നാണോ നിങ്ങളുടെ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്? പ്ലാൻ എന്നാണോ? പ്ലാനിങ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. എ പ്ലാൻ ഈസ് എ പ്ലാൻ തന്നെ, പ്ലാനിങ് എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് കേട്ടോ അത്. A plan is a future course of action. Planning is a process of determining the objectives, effort, and devising the means calculated to achieve them. അതായത് എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെ. ഭാവി പ്രവർത്തനങ്ങളുടെ ഒരു ഭാവി പ്രവർത്തനങ്ങളുടെ ഒരു കോഴ്സ് ആണെന്ന്. അതായത് ഭാവി ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ആണ് അല്ലെ. നമ്മളിപ്പോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണ്. ഇന്ന് പോണ ട്രിപ്പിനാണോ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്? ആണോ? ഇന്ന് നിങ്ങൾ ട്രിപ്പ് പോകണം, അങ്ങനെയാണെങ്കിൽ ഇന്നാണോ നിങ്ങൾ പ്ലാനിങ് ചെയ്യേണ്ടത്? അല്ല, അതിക്ക് മുന്നാണ് നമ്മൾ ഒരാഴ്ചയോ ഒരു മാസം മുന്നേ, അതായത് ഫ്യൂച്ചറിലേക്ക് ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ടൂർ പോകുന്നതെങ്കിലും ആ ഒരു മാസം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യും അല്ലേ. ഫ്യൂച്ചർ ആക്ഷൻ, ഭാവി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാനിങ് ചെയ്യുന്നത്. Planning is a process of determining the objectives, effort, and devising means calculated to achieve them. അതായത് നമ്മളുടെ എന്താണ് പ്ലാനിങ് ഈസ് പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാല് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ. നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ടൂർ പോകണം അല്ലേ. നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അതിനുള്ള മീൻസ് കാൽക്കുലേറ്റഡ്, ഡിവൈസിങ് മീൻസ് എന്ന് വെച്ചാൽ അതിനുള്ള മാർഗങ്ങൾ, പല രീതിയിലുള്ള മാർഗങ്ങള് രൂപപ്പെടുത്തുന്നതിനുമായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്ന്, ഒരു പ്രോസസ് ആണ്. കണ്ടോ, പ്ലാനിങ് ഇസ് എ പ്രോസസ്. നമ്മുടെ ഒബ്ജക്റ്റീവ്, നമ്മുടെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാനും ലക്ഷ്യം നേടാനുള്ള മാർഗങ്ങളെ കണ്ടെത്താനുമുള്ള ഒരു പ്രക്രിയയാണ്
പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും അവർ ഓരോരുത്തരുടെ കോഡ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നാമത്തെ പറഞ്ഞത് അക്കോർഡിംഗ് ടു കോഡ്സ് പറയുന്നത് എന്താണ്? പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. ദെൻ മില്ലറ്റ്. മില്ലറ്റിന്റെ ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് വൺ പറയുന്നത്. മില്ലറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഡെഫിനിഷൻ ആണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും അവ നേടിയെടുക്കുന്നതിനുള്ള വിവിധ തരത്തിലുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്താനായിട്ട് നമ്മൾ മാർഗങ്ങൾ കണ്ടെത്തല്ലോ. മാർഗങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. രണ്ട് വ്യക്തികളുടെയും ഡെഫിനിഷൻ ആണ്. അല്ലേ? ഇപ്പൊ എല്ലാവരും വിചാരിച്ചു കാണും, അയ്യോ ഇത് പ്ലാനിങ്ങിൽ ഒരുപാട് ഡെഫിനിഷൻ ഉണ്ടല്ലോ പഠിക്കാന്ന്. കുഴപ്പമില്ല, നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു കോഡൊക്കെ വെച്ച് സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, വായിച്ചു നോക്കി രണ്ട് ഡെഫിനേഷനും വായിക്കാം കേട്ടോ. ഓർത്തിരുന്നാ മതി. നിങ്ങൾ ബൈപ്പാട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല, ഓർത്തിരിക്കുക. നമ്മുടെ ഓപ്ഷൻ ഉണ്ടല്ലോ. ടൂൾസ് പറഞ്ഞത് എന്താണ്? എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്ത് ചെയ്യണം. സിമ്പിൾ ആയിട്ട് അങ്ങനെ ഓർത്തിരിക്കുക. ദെൻ മില്ലറ്റ് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റുകൾ എന്താണ് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നയിക്കാനും അതോടൊപ്പം തന്നെ അതിന്റെ മാർഗങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ഒരു പ്രക്രിയ. രണ്ടും അണ്ടർലൈൻ ചെയ്തേക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡെഫിനേഷൻ ചോദിച്ചുകൊണ്ട് റിട്ടേൺ ബൈ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിനും. ഓക്കെ, അതുകൊണ്ടാണ് പ്രത്യേകം പേര് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഓക്കെ, അങ്ങനെ പേര് നമ്മളിപ്പോ ഏത് ചാപ്റ്ററിലായിക്കോളട്ടെ ഡെഫിനേഷൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ പറഞ്ഞ വ്യക്തിയുടെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം. ഓക്കെ, കാരണം അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പേരിൽ ചോദിക്കാം. റിട്ടേൺ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, രണ്ടും അണ്ടർലൈൻ ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കി. സിമ്പിൾ ആയിട്ട് നിങ്ങൾ മലയാളത്തിൽ അർത്ഥം വെച്ചിട്ടൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ഇപ്പൊ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരാണ് പറഞ്ഞത്? അക്കോർഡിംഗ് ടു കോഡ്സ്. മില്ലറ്റ് പറഞ്ഞത് എന്താണ്? നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക, അതിനുള്ള മാർഗങ്ങൾ കാണുക. ഓക്കെ, സിമ്പിൾ ആയിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് ടീച്ചർ പറഞ്ഞില്ലേക്കോ, അതുപോലെ ഒന്ന് പഠിച്ചു വെക്കാം. ദെൻ ബാക്കി നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ ഡിപ്ലോമ ഇപ്പൊ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ എന്തായാലും എഴുതിയവരൊക്കെ ഉണ്ടല്ലോ ഈ കൂട്ടത്തില്. അപ്പോ മാക്സിമം നമ്മള് ഒരു ക്ലാസ് കേട്ട അനുഭവം വെച്ചിട്ട് നിങ്ങൾക്ക് പല ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റാറുണ്ടോ? പറ്റാറുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോ നമ്മൾ ഓരോ ക്ലാസ്സുകൾ നമ്മളുടെ കേട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും. ഇല്ലേ? ചില ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ, എല്ലാവരുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും ഉണ്ടാകുമല്ലോ, ക്ലാസ്സിൽ നന്നായിട്ട് ഇരിക്കണം കേട്ടോ, ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ മാത്രമേ മൈൻഡിൽ കയറുള്ളത്. ഇല്ലേ? നമുക്ക് ആ ഓപ്ഷൻ കാണുമ്പോ ഇത് ടീച്ചർ എവിടെയോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ആ ഒരു ടൈമിൽ നമ്മളുടെ മൈൻഡിൽ വരും. ഇല്ലേ? വരാറുണ്ടോ? അതുകൊണ്ടാണ് ക്ലാസ് മിസ്സാക്കാത്തത്. ക്ലാസ് മിസ്സാക്കാതിരിക്കുക. ജോലിക്കും മീൻസ് ജോബൊക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സുകൾ കാണാം. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ക്ലാസ് മിസ്സാവുകയാണെങ്കിൽ കുഴപ്പമില്ല, റെക്കോർഡ് ക്ലാസ് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ കാണുക. വായിച്ചു നോക്കുക. ഡെഫിനേഷൻ വായിക്കുമ്പോൾ തന്നെ പഠിച്ചു പോവുക. കംപ്ലീറ്റ് ചെയ്തോ രണ്ട് ഡെഫിനേഷനും? ഓക്കെ, പഠിച്ചോ? മലയാളത്തിൽ ഒന്ന് പറഞ്ഞ് പഠിക്കാം, മനസ്സിലാക്കി പഠിക്കാം. നിങ്ങൾ പരമാവധി നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ കുറച്ചും കൂടി അതൊരു നമ്മൾ ചെറിയൊരു വാക്ക്
ബൈ ഹാർട്ട് ചെയ്യുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു സെന്റൻസ് വിട്ടുപോയാൽ ബാക്കി മൊത്തം പോകും നമുക്ക് ഇല്ലേ. പക്ഷെ ആ കാര്യം മലയാളത്തിലൊന്നും നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചെന്ന് വെച്ച് നോക്കി നമ്മളത് മറന്നു പോകില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ് അല്ലേ, അതായത് ഒരു നല്ലൊരു പ്ലാനിങ്ങിന് വേണ്ട അനിവാര്യമായിട്ടുള്ള ഒരു എസെൻഷ്യൽ എന്തൊക്കെയാണെന്ന് അനിവാര്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ഈസ് റീസണബിൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഈൽസ് എന്ന് വെച്ചാൽ എന്താണ്? ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ റീസണബിൾ ആയ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ന്യായമായിട്ടുള്ള ഒരു സംഘടന ലക്ഷ്യങ്ങൾ വേണം അല്ലെ. ഒരു പ്ലാനിങ്ങിന് എന്താണ്? ഒരു ലക്ഷ്യം വേണം. നമ്മൾ പറഞ്ഞു ലക്ഷ്യം നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മാർഗങ്ങൾ കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഒരു പ്ലാനിങ്ങിന്റെ അനിവാര്യത എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ റീസണബിൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, ന്യായമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. Then reduce future uncertainty. Uncertainty എന്ന് വെച്ചാൽ എന്താ മലയാളത്തിൽ എന്താ പറയാ? ഭാവിയിലെ അനിശ്ചിതത്വം എന്ന് പറയും. അനിശ്ചിതത്വം എന്ന് വെച്ചാൽ എന്താണ്? അനിശ്ചിതത്വം മീൻസ് തൊഴിൽ ലൈഫിലൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഫ്യൂച്ചറിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി. അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ അവിടെ റൺ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാതെ വരുന്ന സിറ്റുവേഷൻസ് അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാനിങ് ആവശ്യമാണ്. ദെൻ ഗെയിൻ എക്കണോമിക്കൽ ഓപ്പറേഷൻസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ നേടാൻ വേണ്ടിയിട്ടും നമുക്ക് പ്ലാനിങ് ആവശ്യമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഗെയിൻ ചെയ്യുക, നേടാൻ വേണ്ടിയിട്ടും ഓൾറെഡി പ്ലാനിങ് വേണം. ഫൗണ്ടേഷൻ ഫോർ ഓർഗനൈസിങ്. ഫൗണ്ടേഷൻ മീൻസ് എന്താ? ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഒരു സംഘടനയുടെ ഒരു അടിസ്ഥാനം വേണം. അതിന് നമുക്ക് എന്താണ്? പ്ലാൻ ചെയ്തേ പറ്റും. ഒരു അടിസ്ഥാനം, ഒരു ബേസിക് കിട്ടണം അല്ലേ. Then facilities, coordination and control. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു കോർഡിനേഷനും കൺട്രോൾ ഒക്കെ വേണമെങ്കിൽ അതിനൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഒരു കൺട്രോൾ ചെയ്യുക, സ്റ്റാഫിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു, ഡോക്ടേഴ്സിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. സോ ഇതിനൊക്കെ മുൻകൂട്ടി പ്ലാനിങ് ചെയ്യണം. Then begins those activities to which employees are directed. ജീവനക്കാർ നയിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത്, അതായത് ജീവനക്കാർ ചെയ്യേണ്ടത്, ഈ സ്റ്റാഫുകൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്, അതായത് ഓരോ സ്റ്റാഫിനും ഇന്ന ഡ്യൂട്ടീസ് ഒക്കെ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ഒരു എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സ് അതുപോലെ തന്നെ പഠിക്കണം. എക്സാമിന് ചിലപ്പോൾ ചോദിക്കും വാട്ട് ആർ ദി എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ്. ഓക്കെ, അപ്പൊ അത് പോയിന്റ്സ് അതുപോലെ തന്നെ പഠിക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ കുറച്ചധികം പഠിക്കാനുണ്ട്. ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു നിസ്സാരമായിട്ടൊരു ഒതുങ്ങുന്ന കാര്യമല്ല. ആണോ? ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അല്ലേ. അപ്പൊ അവിടുത്തെ മാനേജ്മെന്റിന്റെ മറിച്ചൊരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കൊള്ളട്ടെ, ഒരു സ്കൂളോ കോളേജോ ആയിക്കൊള്ളട്ടെ, അതിലുപരി ഒത്തിരി മാനേജ്മെന്റ് ഇവിടെ ചെയ്യാനുണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇല്ലേ. നിങ്ങളെ ഡിപ്ലോമയില് പഠിച്ചു കഴിഞ്ഞതാണ് ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററിലും നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആണോ? പഠിച്ചില്ലേ നിങ്ങള്? വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, ICU, വെന്റിലേറ്റർ, മോർച്ചറി, ഇതെല്ലാം പഠിച്ചതാണ് അല്ലേ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്രയോ ഫങ്ഷൻസും സ്ട്രക്ചറുകളും നമ്മൾ പഠിച്ചോ നോക്കിയിട്ട് ആദ്യം പഠിച്ചോ. അപ്പോ ഇതിനെല്ലാം മാനേജ് ചെയ്യേണ്ട ഒരു നല്ലൊരു ഡ്യൂട്ടി അല്ലേ. നിസ്സാര കാര്യമാണോ മാനേജ്മെന്റ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ല അല്ലെ. ഇത്രയും ഡിപ്പാർട്ട്മെന്റ്, അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോരോ എന്താണ്, ചിലപ്പോൾ ചലഞ്ചസുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ എക്സ്ട്രാ റിസ്കുകൾ ഉണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും. അപ്പോ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ നല്ലൊരു ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ്. അപ്പൊ പഠിക്കാനും നമുക്ക് കുറച്ചധികം ഉണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. PG ആണല്ലോ, അങ്ങനെയാണ്. നമുക്ക് കുറച്ച് നമ്മള് ബേസിക് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ലെവല് മാറി അല്ലെ. നമ്മുടെ പഠനത്തിന്റെ നിലവാരം മാറിയിട്ടുണ്ട്. മാറിയോ? നിങ്ങളുടെ നിലവാരം മാറിയോ? PGയിലോട്ട് കടന്നപ്പോഴേ നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടതാണ്. പഠിച്ചു തുടങ്ങിയോ? അങ്ങനെ എഫേർട്ട് എടുക്കുന്നുണ്ടോ? ഓക്കെ, എഫേർട്ട് എടുക്കാട്ടോ. ടീച്ചേഴ്സ് പറയുന്ന ക്ലാസ്സിൽ മാക്സിമം പറയുന്നതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കണം. ചില പോയിന്റ്സുകളൊക്കെ ഒരുപാട് എക്സാമ്പിൾ വെച്ചൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എക്സാക്ട് എന്താണോ അത് തന്നെ നമ്മൾ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ സ്വയം വായിച്ച് മനസ്സിലാക്കേണ്ട ഏരിയകളൊക്കെ വരും. മാക്സിമം എളുപ്പം പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ്. പോയിന്റ്സുകളാണെങ്കിൽ ആ പോയിന്റുകൾ അതുപോലെ തന്നെ പഠിക്കുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത പോയിന്റ്സുകൾ എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ് ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തിട്ടേക്കട്ടോ പോയിന്റ്സുകൾ. നെക്സ്റ്റ് വൺ നോക്കാം, ടൈപ്സ് ഓഫ് പ്ലാനിങ്. ഓക്കെ, ടൈപ്സ് ഓഫ് പ്ലാനിങ്. എത്ര ടൈപ്പിലുള്ള പ്ലാനിങ്സുകൾ ഉണ്ടെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ടൈം പീരീഡ്, അപ്രോച്ച്, ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടൻസ്. അപ്പൊ പ്ലാനിങ് നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത് ടൈം പീരീഡ് വെച്ചിട്ടുണ്ട്, അപ്രോച്ച്, ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടൻസ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, ടൈം പീരീഡ്. ടൈം പീരീഡിലുള്ള പ്ലാനിങ് എങ്ങനെയാണെന്ന് നോക്കാം. ദ ടൈം പീരീഡ് ഡിപെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ബിസിനസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ടൈം പീരീഡ്, അതായത് ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ഒരു പ്ലാനിങ്ങിന് നമ്മൾ ടൈം പീരീഡ് വെക്കുകയാണ്, ടൈം പീരീഡ് പ്ലാനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദ ടൈം പീരീഡ് ഡിപെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ബിസിനസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസിന്റെ സ്ട്രക്ചറും അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻസിന്റെ ടൈപ്പ് മീൻസ് അതിന്റെ തരം മീൻസ് ഒരു മൾട്ടി ഡെവലപ്ഡ് ഹോസ്പിറ്റൽ ആണോ അല്ലെങ്കിൽ ചെറിയൊരു ഹോസ്പിറ്റൽ ആണോ, അങ്ങനെ അതിന്റെ സ്ട്രക്ചറും തരവും ഒക്കെ സൈസ് ഒക്കെ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്ലാനിങ്ങിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഇത്ര ചെറിയ പ്ലാനിങ് ആണെങ്കിൽ ഒരു വർഷത്തെ ടൈം പീരീഡ് ഒക്കെ മതിയായിരിക്കും. വലിയ വലിയ പ്ലാനിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയില്ല ഓരോ പ്രൊജക്ടുകൾ ചെയ്യുന്നത്, ഇപ്പൊ ഒരു പുതിയ ബിൽഡിംഗ് ഹോസ്പിറ്റലിൽ പണിയണമെങ്കിൽ ചിലപ്പോൾ ഒരു 3 വർഷം 3 ഇയർ പ്ലാനിങ് ഒക്കെ ഇരിക്കും. നമ്മൾ അങ്ങനെ പറയാറില്ലേ, പുതിയ ബിൽഡിങ്ങുകൾ വലിയ വലിയ പ്ലാനിങ് ഒക്കെ ആണെങ്കിൽ അത് ഓരോ ഇതിന്റെ സൈസ് അനുസരിച്ചുകൊണ്ടിരിക്കും അതിന്റെ പ്ലാനിങ്ങിലുള്ള പീരീഡിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും 1 ഇയർ കൊണ്ട് നമുക്ക് ഓരോ പ്രൊജക്ടുകളൊക്കെ ചെയ്യാം. പ്രൊജക്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഹോസ്പിറ്റലിലുള്ള പുതിയ ഡിപ്പാർട്ട്മെന്റ് വരികയോ അല്ലെങ്കിൽ മൾട്ടി ഡെവലപ്ഡ് ആക്കാനോ അങ്ങനെയുള്ള പ്രോസസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ബേസ്ഡ് ഓൺ ടൈം പീരീഡ് there are 2 types of planning such as long term planning and short term planning. ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെ നോക്കാം. അപ്പോ ടൈം പീരീഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് പ്ലാനിങ് ഉണ്ട്, ഷോർട്ട് ടേം പ്ലാനിങ്ങും ലോങ് ടേം പ്ലാനിങ്ങും. ലോങ് ടേം പ്ലാനിങ് എന്ന് പറയുന്നത് ലോങ് ടേം പ്ലാനിങ് ഇസ് എ സ്ട്രാറ്റജിക് നേച്ചർ ഓഫ് ലോങ് ടേം പ്ലാനിങ്. അതായത് ആ ഒരു അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള എന്താണ് കുറച്ച് ലോങ് ടൈമിനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ജനറലി എന്നാണോ കിടക്കുന്നത് നിങ്ങളുടെ? ഇറ്റ് ഇൻവോൾവ്സ് അല്ലേ? ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ജനറലി 3 to 5 years. ലോങ് ടേം എന്ന് പറഞ്ഞാൽ 3 വർഷം തുടങ്ങി 5 വർഷം വരെയുള്ള വലിയൊരു പ്ലാനിങ്ങിന്റെ പ്രൊജക്ട് ആണ്. അതായത് ഇപ്പോ പുതിയൊരു സെക്ഷൻ ഹോസ്പിറ്റലിലെ ബിൽഡിംഗ് ഒക്കെ പണിയണോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് റിലേറ്റ്സ് ടു മാറ്റേഴ്സ് ലൈക്ക് ന്യൂ പ്രൊഡക്ട്
ആൻഡ് ഡിവൈസിഫിക്കേഷൻ. അതായത് ഇപ്പൊ ഒരു പുതിയ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ വൈവിധ്യങ്ങൾ ഡിവേഴ്സിഫിക്കേഷൻ കണ്ടുപിടിക്കാനൊക്കെ. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ ഇപ്പോ എന്താണ് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ പുതിയ പുതിയ എക്യുപ്മെന്റ്സുകളോ അല്ലെങ്കിൽ പുതിയ ബിൽഡിങ്ങുകളോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അതെല്ലാം പറയാം. അതായത് ഒരു 3 to 5 years പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്ലാനിങ് അല്ല ഉദ്ദേശിക്കുന്നത്. ലോങ് ടേം എന്ന് പറയുമ്പോൾ ഒരു 3 to 3 വർഷം 5 വർഷത്തിനുള്ളിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സുകളുടെ ഡിവേഴ്സിറ്റി മീൻസ് വൈവിധ്യങ്ങളൊക്കെ കണ്ടെത്തുക അല്ലെങ്കിൽ പുതിയ ബിൽഡിങ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് ലോങ് ടേമിൽ വരുന്നത്. ഇനി ഷോർട്ട് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം പ്ലാനിങ് ടിപ്പിക്കലി covers a time frame of less than 1 year. ഒരു വർഷത്തിന് ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷത്തിന് കുറവ് മതി അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാനിങ്ങുകളൊക്കെയാണ്. In order to assist their company in moving gradually towards its long term planning. അതായത് ലോങ് ടേം പ്ലാനിലോട്ട് നീങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പനിയെ സഹായിക്കുന്ന ചെറിയ ചെറിയ പ്ലാനിംഗ് ആണ് എന്താ ഷോർട്ട് ടേം പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് ലോങ് ടേം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ പ്ലാനിങ്ങിനെയാണ് ഷോർട്ട് ടേം പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 1 ഇയറിൽ താഴെ ആയിരിക്കുന്നത്. 1 ഇയർ ഒന്നും വേണ്ട, മാക്സിമം 1 ഇയർ അല്ലെങ്കിൽ 1 ഇയറിൽ താഴെ മതി ലോങ് ടേം ഷോർട്ട് ടേം പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 2 കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഓർത്തിരിക്കുക. ലോങ് ടേം പ്ലാനിങ്ങും ഷോർട്ട് ടേം പ്ലാനിങ്ങും. ലോങ് ടേം എന്ന് പറഞ്ഞാൽ 3 to 5 years ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ആ 3 to 5 years എന്നുള്ളത് ഒന്ന് റൗണ്ട് ചെയ്തേക്കും. 3 to 5 years ഉണ്ടല്ലോ, അത് ഒന്ന് റൗണ്ട് ചെയ്തിട്ടേക്കും. മേബി ചോദിക്കുകയാണെങ്കിൽ ചോദിക്കില്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 3 to 5 years അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ എത്ര ഇയർ ആണെന്നുള്ളത്, അതുകൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്തേക്കാം. റൗണ്ട് ചെയ്തോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ടൈം പീരീഡ് വായിച്ചു നോക്കാം, പെട്ടെന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ടൈം പീരീഡ്? ഓക്കെ, നെക്സ്റ്റ് വൺ അപ്രോച്ച്. അപ്രോച്ചും കൂടി ഒന്ന് നമുക്ക് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ദെൻ ഡിഗ്രി ഓഫ് ഫോർമേഷനും ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ്സും നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്രോച്ചസും കൂടി കേൾക്കാം, അതിനുള്ള ടൈം കൂടി ഉണ്ടാവുമെന്ന് തോന്നുന്നു. നോക്കാം. അപ്രോച്ച് എന്ന് വെച്ചാൽ സമീപനം. 2 types of planning are proactive planning and reactive planning. അണ്ടർലൈൻ ചെയ്യാം. 2 ടൈപ്പ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് വീണ്ടും പറയുന്നത്. അപ്രോച്ചിന്റെ അടിസ്ഥാനത്തിൽ 2 ടൈപ്പ് പ്ലാനിങ് ഉണ്ടെന്ന്. പ്രൊആക്റ്റീവും ദെൻ റിയാക്റ്റീവ് പ്ലാനിങ്ങും. പേര് പോലെ തന്നെ സിമ്പിൾ ആണ് കേട്ടോ. ആ പേരിന്റെ അതുപോലെ തന്നെയാണ് ഡെഫിനിഷൻ പറയുന്നത്. ഇനി താഴെ പറയുന്നത് എന്താണ് പ്രൊആക്റ്റീവ് പ്ലാനിങ്ങും ദെൻ എന്താണ് റിയാക്റ്റീവ് പ്ലാനിങ് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കി. എന്തായിരിക്കും പ്രൊആക്റ്റീവ് എന്ന് പറയുമ്പോൾ? പ്രോ എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ്? പ്രൊആക്റ്റീവ്, റിയാക്റ്റീവ്, ഒരു ഐഡിയ ഇല്ല? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മുൻപ്. ഓക്കെ, നമ്മൾ പ്രീ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയാം അല്ലെ, പോസ്റ്റ് പ്രീ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മുൻപാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഒന്ന് കണക്ട് ചെയ്തെന്ന് പറഞ്ഞു നോക്കിയേ. ഇങ്ങനെയായിരിക്കും പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞാല്. എക്സ്ട്രാ എന്ന് പറയുമോ നമ്മള്? മുൻപ് എന്നുള്ള ഒരു മീനിങ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒന്ന് പറയാം? നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കണേ. Proactive planning is the suitable course of action designed considering the changes unexpected in relevant area. Underline ചെയ്യാം, കേട്ടോ. 2 എണ്ണം underline ചെയ്യണം. Proactive planning എന്ന് പറഞ്ഞാല് suitable course of an action designed considering the changes expected in a relevant area. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ
നമ്മളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ അവ പരിഹരിക്കുന്നതിനായിട്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യേണ്ടത് മുന്നേ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം. അതായത് ഭാവിയിൽ ഇന്ന പ്രശ്നങ്ങൾ വന്നേക്കാം, സോ അതിന് നമ്മൾ സൊല്യൂഷൻ ഇപ്പോഴേ നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുകയാണെന്ന്. ഇപ്പൊ നമ്മൾ ഭാവിയിൽ നമ്മൾ ഇങ്ങനെ പറയും, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയാണ്, സോ ചിലപ്പോ അത് അങ്ങനെ സംഭവിച്ചാലോ, അപ്പൊ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇല്ലേ ചില കാര്യങ്ങള്. അതിനെയാണ് പ്രോആക്റ്റീവ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? പ്രോആക്റ്റീവ് എന്ന് വെച്ചാല് അതായത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അതിനുള്ള സൊല്യൂഷൻസ്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവ പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് കോഴ്സ് ഓഫ് ആക്ഷൻ, പ്രവർത്തനങ്ങൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്റ്റീവ് പ്രോആക്റ്റീവ് ആണ്, നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിന് നമുക്ക് നേരിടാനായിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇതിനെയാണ് ഇതിന് വിളിക്കുക പ്രോആക്റ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പോ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇനി പറയാലോ. റിയാക്റ്റീവ് എന്ന് വെച്ചാലോ എന്താണ്? നിങ്ങൾ തന്നെ പറഞ്ഞേ. ഇനി റിയാക്റ്റീവ്, പ്രോആക്റ്റീവ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ റിയാക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? റിയാക്റ്റീവ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പെട്ടെന്ന് കമന്റ് ചെയ്തേ. സിമ്പിൾ അല്ലേ? നമ്മൾ പ്രോആക്റ്റീവ് പറഞ്ഞു, പ്രശ്നങ്ങൾ ഭാവിയിൽ വരുന്നതിന് മുൻപ് തന്നെ ഓൾറെഡി നമ്മൾ അവ പരിഹരിക്കുന്നതിനുള്ള ഒരു റിയാക്ഷൻ എടുക്കുന്നത്. പ്രതികരിക്കുക. ഓക്കെ. അതായത് പ്രശ്നങ്ങള്, അതായത് നമ്മൾ എന്താണ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതിന് ശേഷം നമ്മൾ അതിനെ പ്ലാൻ ചെയ്തിട്ട് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഇനി വായിച്ചു നോക്കാം. Reactive planning is the type of planning that is done after the environment changes have taken place. അല്ലേ? അതായത് എൻവയോൺമെന്റിൽ ചേഞ്ചസ് വന്നു. ചേഞ്ചസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ ആസൂത്രണം ചെയ്യണം. ഇതിനെ നമ്മൾ എങ്ങനെ മറികടക്കും? അല്ലേ? ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്നും ഓവർകം ചെയ്യാമെന്നുള്ള ആസൂത്രണം ചെയ്യുന്നു. റിയാക്റ്റീവ് ആണ്. അപ്പൊ ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തിന് നമ്മൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പ്ലാൻ ഇടുന്നതാണ് റിയാക്റ്റീവ്. ആക്റ്റീവ് നമ്മള് റിയാക്റ്റീവ് ചെയ്യുന്നതിനോ. ക്ലിയർ ആണോ? പ്രോആക്റ്റീവ് എന്ന് പറഞ്ഞാല് ഭാവിയിൽ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടുവയ്ക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, ഒരു പ്രാവശ്യം വായിക്കാം കേട്ടോ. രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പ്രോആക്റ്റീവും റിയാക്റ്റീവും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. വായിച്ചില്ല അവരോ? ക്ലിയർ ആണോ? നമ്മള് അപ്രോച്ചസ് വരെയാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് 2 പോയിന്റ് കൂടി അതിലുണ്ട്. ഡിഗ്രി ഓഫ് ഫോർമലൈസേഷനും ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടൻസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് വളരെ കുറച്ച് പോർഷൻസ് വെച്ച് എടുത്ത് പോകുന്നുള്ളൂ. ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്. ചെറിയ ഭാഗമാണെങ്കിലും അതിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, എടുത്ത അത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ തന്നെ കുറച്ച് സമയം എടുത്ത് പഠിക്കാം. ഓക്കെ, കാരണം ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ചിലപ്പോൾ കുറച്ച് ബോറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ നമുക്കത് എന്താ പറയാ സഹിച്ചേ പറ്റൂ. എന്തായാലും പഠിക്കണമല്ലോ. അപ്പൊ അത് മാക്സിമം നിങ്ങളുടേതായ രീതിയിലൂടെ സിമ്പിൾ ആക്കിയിട്ടാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇനി മോക്ക് ടെസ്റ്റിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ വരികയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചേഴ്സിനോട് ചോദിച്ചത് ക്ലിയർ ആക്കാം. ഓക്കെ, സ്പീഡ് ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? എന്റെ ഒരു നോർമൽ സ്പീഡിലോട്ട് എല്ലാവരും എത്തിയോ? ഓക്കെ, അപ്പോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you.
Thank you, ma'am.